വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു വെറൈറ്റി പാലക്കമാലയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ മേക്കിംഗ് വീഡിയോസൊന്നും ഞാൻ കണ്ടിട്ടില്ല യൂട്യൂബിൽ. അപ്പോൾ നമുക്കതൊരു വെറൈറ്റി ആയിട്ട് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം കേട്ടോ. എന്തൊക്കെയാണ് അതിന് ഐറ്റംസ് വേണ്ടത് എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതുപോലത്തെ സിംഗിൾ പെൻഡൻറ്റുകൾ കിട്ടും പാലക്കയുടെ. അപ്പോൾ അത് ഞാനൊരു 6 എടുത്തിട്ടുണ്ട്. ഞാൻ ഗ്രീൻ കളറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് ബെൻഡ് ട്യൂബാണ്. പിന്നെ നമ്മുടെ ഗിയർ ലോക്ക്, ഗിയർ വയർ, പിന്നെ നമുക്ക് ചെയിൻ്റെ ബാക്കിലിടാനായിട്ട് ബാക്ക് ത്രെഡ്, പിന്നെ നമുക്ക് ഗ്ലൂ മാത്രമാണ് വേണ്ടത്. ഇത്ര ഐറ്റംസ് മതി. ഞാൻ എൻ്റെ പുതിയ ഗ്ലൂ ഞാൻ പൊട്ടിച്ചു. പഴയ ഗ്ലൂ പരമാവധി ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുതിയ ഗ്ലൂ എടുത്തു. പക്ഷേ എനിക്ക് കുറച്ച് നാളായി ഞാനിത് ഓർഡർ ചെയ്ത് വന്നിരിക്കുന്നു. അപ്പോൾ B7000 അല്ല എനിക്ക് ഇപ്രാവശ്യം കിട്ടിയിരിക്കുന്നത്, B6000 ആണ്. അവരെന്തോ വച്ചയിൽ മാറിപ്പോയതാണെന്നാണ്. അപ്പോൾ അതെങ്ങനെയുണ്ട് എന്നുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്തിട്ട് പറയാം കേട്ടോ അതിൻ്റെ അഭിപ്രായം. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ബെൻഡ് ട്യൂബ് എടുത്ത് അതിൻ്റെ സൈഡിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഒരു ബെൻഡ് ട്യൂബും കൂടി എടുത്ത് അതേപോലെ ചെരിച്ചുവിനെ വെച്ച് കൊടുക്കുക. അങ്ങനെ 2 എണ്ണം വെച്ച് ഒട്ടിച്ചെടുത്തിട്ടാണ് ഞാനിതിൻ്റെ ഒരു മോഡൽ ചെയ്തെടുക്കുന്നത്. 2 സൈഡ് ഒട്ടി കഴിഞ്ഞു. ഇങ്ങനെ ഇരിക്കും അത്. ഇതിൻ്റെ ഞാൻ ഇത് വെച്ചിട്ടൊരു കമ്മൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ എൻ്റെ ചാനലിലുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിതിൽ ഷെയർ ചെയ്യാം. അപ്പോൾ എല്ലാവരും പോയി അതൊന്ന് വാച്ച് ചെയ്യണം. അതുപോലെയാണ് നമുക്കത് ഒട്ടിച്ച് കിട്ടുമ്പോൾ കിട്ടുന്നത്. 6 എണ്ണം ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. 2 സൈഡിലേക്കായിട്ട് 3 എണ്ണം വെച്ച്. പിന്നെ അതിൻ്റെ സെൻറ്ററിൽ ഞാൻ കൊടുക്കുന്നത് നമ്മുടെ പാലക്കയുടെ മാല സെറ്റ് ചെയ്യില്ലേ, അതിൻ്റെ പെൻഡൻ്റാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ ആദ്യമായിട്ട് ഗിയർ വയർ എടുത്ത് നമുക്ക് എത്ര അളവാണോ വേണ്ടത് ആ അളവിന് കട്ട് ചെയ്ത് മാറ്റാം. അത് എന്നിട്ട് നമ്മൾ സെൻറ്ററിലൊന്ന് പിടിച്ചിട്ട് അത് 2ആയിട്ട് ഒന്നും കൂടി കട്ട് ചെയ്യണം. 2 ലെയർ വേണം നമുക്ക് ഈ മാല ചെയ്യാനായിട്ട്. അപ്പോൾ അത് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം നമ്മുടെ സൈഡ് റിങ് എടുത്തിട്ട് നമ്മളതിലേക്ക് ഗിയർ ലോക്ക് ഇട്ട് അതിനൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മളൊരു ഗിയർ ലോക്ക് എടുത്തിട്ട് നമ്മുടെ ഗിയർ വയറിൻ്റെ 2 അറ്റവും ആ ഗിയർ ലോക്കിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുക്കുക. അതിന് ശേഷം നമ്മുടെ സൈഡ് റിങ് അതിലൂടെ കോർത്തിട്ടാണ് നമ്മളത് ലോക്ക് ചെയ്തെടുക്കുന്നത്. സൈഡ് റിങ്ങിൻ്റെ പിക്ചർ ഞാനതിൽ കാണിക്കാൻ മറന്നുപോയിട്ട്, ഇതാണ് സൈഡ് റിങ്. അത് സൈഡ് റിങ് ഇട്ടിട്ട് സൈഡ് റിങ്ങിനെ മാറ്റി നിർത്തി നമ്മുടെ 2 വയറും ഗിയർ വയറും ആ ലോക്കിലൂടെ തന്നെ വീണ്ടും കോർത്തെടുക്കണം. 2 വയർ ഒരുമിച്ച് കോർത്തെടുക്കണം കേട്ടോ. അതിന് ശേഷം ഗിയർ ലോക്കിനെ സൈഡ് റിങ്ങിൻ്റെ അടുത്തേക്ക് നീക്കിയതിന് ശേഷം നന്നായിട്ട് വലിച്ച് ടൈറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് പ്ലെയർ ഉപയോഗിച്ച് അതിനൊന്ന് അവിടെ പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ടൈറ്റ് ചെയ്യണം. അതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അതവിടെ ഗിയർ ലോക്കായി പോയിട്ടുണ്ടാവും. ഇനി നമുക്ക് ബാലൻസ് വരുന്ന കമ്പി നമ്മൾ കോർത്തെടുക്കുന്നതിൻ്റെ അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ കോർത്ത് വയ്ക്കാം. നമ്മൾ ആദ്യം ബെൻഡ് ട്യൂബ് ഒട്ടിച്ച് വെച്ചിരിക്കുന്നതാണ് എടുക്കുന്നത്. അതിൻ്റെ 2 ഹോളിൻ്റെ ഉള്ളിലൂടെയും നമ്മുടെ ഗിയർ വയറുകൾ 2ഉം കോർത്തെടുക്കുക. ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് കോർക്കുമ്പോൾ നമുക്ക് അതിനുള്ളിലൂടെ കടക്കില്ല. അപ്പോൾ നമ്മൾ തിരിച്ചു പിടിച്ചിട്ട് കോർത്ത് കഴിഞ്ഞാൽ 2 വയർ അതിൻ്റെ ഉള്ളിലൂടെ പോരും. ഇതുപോലെ കോർത്തതിന് ശേഷം നമ്മുടെ ആ ബാലൻസ് നിൽക്കുന്ന 2 ഗിയർ വയറിൻ്റെ 2 അറ്റവും ഇതിൻ്റെ ഉള്ളിലൂടെ ഇതിൻ്റെ 2 കമ്പിയുടെ ഉള്ളിലൂടെ വെൻറ്റ് ലോക്കിൻ്റെ ഉള്ളിലൂടെ കോർത്തതൊന്ന് നന്നായിട്ട് വലിച്ച് ടൈറ്റാക്കി കഴിഞ്ഞാൽ അതവിടെ ടൈറ്റായി നിന്നോളും. ഇനി നമ്മൾ കോർക്കാൻ പോകുന്നത് പെൻഡൻ്റാണ്. ഇതിലിങ്ങനെ കിട്ടും കേട്ടോ നമുക്ക്. അടുത്തത് നമ്മൾ പാലക്കയുടെ പെൻഡൻ്റാണ് കോർക്കുന്നത്. പക്ഷേ ഞാൻ ഫസ്റ്റ് കോർത്തതിൻ്റെ വീഡിയോ മിസ്സായി. അപ്പോൾ ഞാൻ അടുത്തത് കോർക്കുമ്പോൾ അത് പറഞ്ഞു തരാം. അതിന് ശേഷം വീണ്ടും നമ്മൾ ബെൻഡ് ട്യൂബ് കോർക്കുക. അത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 2 ഹോളിലൂടെയും 2 ഗിയർ വയറും കോർത്തെടുക്കണം. അത് മുകളിലെന്ന രീതിയിൽ തന്നെ വരണം കേട്ടോ, അല്ലെങ്കിൽ അത് പിരിഞ്ഞു പോവും. കോർത്ത് കഴിയുമ്പോൾ അറിയാം നമുക്കത് തെറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. ഇനി നമുക്ക് പാലക്ക പെൻഡൻറ്റ് കോർക്കാം. ഒന്നിടവിട്ടാണ് ചെയ്യുന്നത്. പാലക്കയുടെ മുകളിലും താഴെയായിട്ട് ഇതുപോലെ തന്നെ 2 ഹോളുണ്ട്. അപ്പോൾ നമ്മുടെ മുകളിലത്തെ ഗിയർ വയർ മുകളിലെ ഹോളിലൂടെയും താഴത്തെ ഗിയർ വയർ താഴത്തെ ഹോളിലൂടെയും കോർത്തെടുക്കാം. അങ്ങനെ കിട്ടും. അപ്പോൾ ഈ ഒരു മോഡലിൽ കിട്ടും നമുക്ക്. ഇനി നമുക്ക് ഒന്നിടവിട്ട് കോർത്ത് പോവാം. അടുത്തത് ബെൻഡ് ട്യൂബ് തന്നെയാണ് ചെയ്യുന്നത്. അടുത്ത ബെൻഡ് ട്യൂബ് കഴിയുമ്പോൾ നമുക്ക് സെൻറ്ററിലെ പാലക്ക പെൻഡൻ്റ് വെച്ച് കൊടുക്കാം. സെയിം രീതിയിലൂടെ തന്നെ ബെൻഡ് ട്യൂബ് കോർത്തെടുക്കാം. അതിന് ശേഷം നമ്മൾ പാലക്ക പെൻഡൻ്റ് എടുക്കുക. അത് നമ്മുടെ സെൻറ്ററിലാണ്. നമ്മൾ പാലക്കയുടെ സെറ്റ് ചെയ്യുമല്ലോ, ഫുൾ സെറ്റ്, അതിൻ്റെ പെൻഡൻ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ സെൻറ്ററിലെ ഇതല്ല, നമ്മൾ 2 സൈഡിലും ഓരോ പെൻഡൻറ്റുകൾ വയ്ക്കുമല്ലോ, ആ ഒരു പെൻഡൻ്റാണ് ഞാൻ ഇതിലേക്ക് സെൻറ്ററിലൊക്കെ ആയിട്ട് എടുത്തിരിക്കുന്നത്. അതിന് ശേഷം വീണ്ടും നമ്മൾ ബെൻഡ് ട്യൂബ് കോർത്ത് കൊടുക്കാം. വീണ്ടും പാലക്ക ആ രീതിയിൽ ചെയ്തെടുക്കാൻ സ്പീഡ് കൂട്ടിയിട്ടിട്ടുണ്ട്. ടൈം കൂടണ്ടെന്ന് വിചാരിച്ചിട്ടാണ്.
ഇത് നിങ്ങൾക്ക് ഒരു വട്ടം നമ്മളൊരെണ്ണം കോർക്കണം എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയാൽ പിന്നെയൊക്കെ എളുപ്പമാണ് കേട്ടോ ചെയ്യാനായിട്ട്. ജ്വല്ലറി മേക്കിംഗ് എളുപ്പമാണ് നമുക്ക്, കാരണം ഒരു മെത്തേഡ് നമുക്ക് അറിഞ്ഞാൽ പിന്നെ വെറൈറ്റി മോഡൽസ് നമ്മുടെ ഐഡിയാസിനനുസരിച്ച് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ എല്ലാം ബേസിക് കാര്യങ്ങളും സെയിം ആയിരിക്കും ജ്വല്ലറി മേക്കിങ്ങിൻ്റെ. അപ്പോൾ ആ ബേസിക് സ്റ്റെപ്സ് പഠിച്ചാൽ മതി. ഇതാ നമുക്കിങ്ങനെ കിട്ടും. അപ്പോൾ നമ്മുടെ ചോക്കർ ഇതാ ഇങ്ങനെയാണ് ലഭിക്കുക. ഇനി നമുക്കിതിൻ്റെ ലാസ്റ്റ് നമുക്കിതിനെ ലോക്ക് ചെയ്ത് നിർത്തണം. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ നമ്മുടെ സൈഡ് റിങ് ഇടുക, ഗിയർ ലോക്ക് ഇടുക. ഗിയർ ലോക്കിൻ്റെ ഉള്ളിലൂടെ തന്നെ ഗിയർ വയറിൻ്റെ 2 തുമ്പും കോർത്തെടുക്കുക. തിരിച്ചും അത് സൈഡ് റിങ്ങിനെ ഒഴിവാക്കിയിട്ട് ആ ഗിയർ ലോക്കിനെ ഉള്ളിലൂടെ നമ്മുടെ ഗിയർ വയറിൻ്റെ 2 തുമ്പും തിരിച്ച് കോർത്തെടുക്കുക. അത്രയേ ഉള്ളൂ ലോക്ക് ചെയ്യാനായിട്ടുള്ള കാര്യം. ഇതുപോലെ തിരിച്ച് സൈഡ് റിങ്ങിനെ മാറ്റി നിർത്തിയതിന് ശേഷം നമ്മുടെ ലോക്ക് ഉള്ളിലൂടെ നമ്മുടെ വയറ് കോർത്തിട്ട് നന്നായിട്ട് വലിച്ചെടുക്കുക. രണ്ട് വയറും നന്നായിട്ട് വലിച്ചെടുക്കുക. ലൂസായി പോകരുത്, അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് മാല പിടിച്ചതിന് ശേഷം വേണം ഇതിനെ ലോക്കാക്കി എടുക്കാനായിട്ട്. ഇതുപോലെ നമ്മുടെ ബെൻഡ് ട്യൂബിൻ്റെ അടുത്തേക്ക് ഗിയർ ലോക്കിനെ കൊണ്ടുവന്ന് നന്നായിട്ട് ടൈറ്റ് ചെയ്യാം. അതിന് ശേഷം നമ്മുടെ ഗിയർ ലോക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ടൈറ്റ് ആക്കണം. ഇനി നമ്മുടെ ഗിയർ ലോക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതവിടെ ലോക്കായിട്ടുണ്ടാവും. ബാലൻസ് വരുന്ന ത്രെഡ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ബാലൻസ് ഉണ്ടെങ്കിൽ അത് ബെൻഡ് ട്യൂബിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വയ്ക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ മാലയുടെ ഫൈനൽ ലുക്ക്. നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള എല്ലാ ഡ്രസ്സിൻ്റെ ഒപ്പം നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. പട്ടുപാവാട, സെറ്റ് സാരി, സെറ്റ് മുണ്ട് എല്ലാത്തിൻ്റെ ഒപ്പം നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇനി നമുക്ക് ബാക്ക് ത്രെഡ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതോടുകൂടി നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഞാൻ എൻ്റെ ചാനലിൽ ജ്വല്ലറി മേക്കിങ്ങിൻ്റെയും ഹെയർ ആക്സസറീസിൻ്റെ എല്ലാം വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അതൊക്കെ ഒന്ന് പോയി വാച്ച് ചെയ്യണം. അപ്പോൾ നമുക്കിനി വെറൈറ്റി മോഡൽസുമായിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബായ്.